ഇന്നത്തേത് എൻ്റെ കൊളായിപ്പോയ ഒരു പരിപ്പുവടയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വേഗം വായോ, നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം. അപ്പോൾ ഇന്നലെ പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടപ്പോഴാണ് അച്ഛൻ പൊറോട്ടയായിട്ട് വന്നത്. പൊറോട്ട കണ്ടാൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പരിപ്പുവട ഉണ്ടാക്കി കഴിക്കാൻ നമ്മൾ നിൽക്കുമോ? ഇല്ല. അത് കാരണം ഞങ്ങളെല്ലാവരും കൂടി പൊറോട്ടയൊക്കെ കഴിച്ച് ഇന്നലെ കിടന്ന്. അപ്പോൾ ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ വേറെ ഒന്നുമില്ല. അത് കാരണം ഫ്രിഡ്ജിലെടുത്ത് വെച്ച പരിപ്പിനെ വീണ്ടും എടുത്ത് പുറത്ത് വെച്ചു. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും എടുക്കുമെന്നറിയാം. അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു, നല്ലവണ്ണം കഴുകി വാരിയെടുത്തു. അതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് പരിപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തെന്ന് പറഞ്ഞപ്പോഴാണ് അരച്ചപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയേ. അതാണ് ഞാൻ കൊളായി പോയെന്ന് പറഞ്ഞത്. കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഒട്ടും പരത്തിയെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആദ്യത്തെ ട്രിപ്പ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പരത്തിയെടുത്ത് 3-4 എണ്ണം. അങ്ങനെ നമുക്ക് തോറ്റ് പിന്മാറാൻ പറ്റുമോ? ഇല്ല. ഉണ്ടാക്കിയതിന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യണം. അത് കാരണം ഞാൻ അതൊരു 5-6 എണ്ണം ഞാൻ പരിപ്പുവടയുടെ ഷേപ്പിൽ ഞാൻ പരത്തി തന്നെ എടുത്തേ. ഇന്ന് മക്കളും കൂടെയുള്ള ദിവസമാണ്. ഇന്ന് ശനിയാഴ്ച ആയത് കാരണം മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു. അത് കാരണം പ്രത്യേക ഒരു സന്തോഷം കൂടിയായിരുന്നു. മക്കൾ കൂടെയുള്ള ദിവസം പ്രത്യേകം സന്തോഷം തന്നെയാണ്. എപ്പോഴും വഴക്ക് പിടുത്തവും ഇടിയും തല്ലും ഒക്കെ മാത്രമേ ഉള്ളൂ. എങ്കിലും അവർ കൂടെ ഇല്ലാത്തപ്പോൾ ഒരു സങ്കടവും, അവരുള്ളപ്പോൾ സന്തോഷവും തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പരിപ്പുവടേനെ പിന്നെ ബോളുകളാക്കിയെടുത്തേ. അങ്ങനെ നല്ല ചൂട് ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറിൽ പരിപ്പുവടയെന്നും പറയാം, പിന്നെ പരിപ്പ് ഉണ്ടയെന്നും പറയാം. അങ്ങനെ എനിക്കിതിനിപ്പോൾ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം രണ്ട് ഷേപ്പായിരുന്നു. എങ്കിലും ഞാൻ പറയട്ടെ, ഞാൻ ഉണ്ടാക്കിയ പരിപ്പുവടയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപ്പുവടയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനും മക്കളും കൂടി പരിപ്പുവടയൊക്കെ